ജീൻ എക്സ്പ്രഷൻ. ജീൻസ് ആണ് നമ്മുടെ ഹെറിഡിറ്റീൻ്റെ ബേസിക് ഫിസിക്കൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ജീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് DNA. ഇനി ചില ജീൻസ് പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ജീൻ ആക്ഷൻ അല്ലെങ്കിൽ ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ് ദ പ്രോട്ടീൻ സിന്തസിസ്. ആ ഒരു ജീനിൽ നിന്ന് അതിന് ട്രാൻസ്ലേഷൻ നടന്നിട്ട് ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുമ്പോഴാണ് ആ ഒരു ജീൻ എക്സ്പ്രസ്ഡ് ആകുന്നത്. ക്രോമസോംസിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് ജീൻസ്. ആൻഡ് ദീസ് ജീൻസ് ഗവേൺ എ വെറൈറ്റി ഓഫ് ഫങ്ഷൻസ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് ദ മോളിക്കുലർ മെഷീനറി ഓഫ് ഓർഗാനിസംസ്. നമ്മുടെ ഒരുപാട് ഫീനോട്ടിപ്പിക് ആയിട്ടുള്ള ട്രേറ്റ്സ്, മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ബിഹേവിയറൽ കാര്യങ്ങളെല്ലാനും കൺട്രോൾ ചെയ്യുന്നത് ഈ ജീൻസ് ആണ്. സോ ജീൻസിൻ്റെ മേജർ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഇറ്റ് ഡിസൈൻ ദ ഓർഗാനിസംസ് ആൻഡ് കൺട്രോൾ ദ ഡിഫറൻസിയേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ദെൻ ദേ ഓൾസോ ബ്രിങ് അബൌട്ട് ഫീനോജെനസിസ്. ഒരു ഓർഗാനിസത്തിൻ്റെ വിസിബിൾ ആൻഡ് റെക്കഗ്നൈസബിൾ ഫീനോട്ടിപ്പിക് ട്രേറ്റ്സ് കൊടുക്കുന്നത് ഈ ജീൻസ് വഴിയായിട്ടാണ്. അതിനാണ് നമ്മൾ ഫീനോജെനസിസ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഡയറക്റ്റ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് ഈ ജീനിൽ നിന്നാണ്. Then it also control metabolism by directing and regulating the production of enzymes. നമ്മുടെ ഒരുപാട് മെറ്റബോളിക് പാത്വേസ് ഒക്കെ എൻസൈംസിൻ്റെ പ്രസൻസിലാണ് നടക്കുന്നത്. എൻസൈംസ് ആണ് മെറ്റബോളിക് പാത്വേസ് കൺട്രോൾ ചെയ്യുന്നതും അതേപോലെ റെഗുലേറ്റ് ചെയ്യുന്നതും. ഈ എൻസൈംസ് എല്ലാവരും പ്രോട്ടീൻസ് ആണ്. സോ ഈ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ജീൻസിൽ നിന്നാണ്. ദെൻ ജീൻസ് ഓൾസോ ബ്രിങ് അബൌട്ട് ജനറ്റിക് വേരിയേഷൻ, biological diversity, speciation and evolution through transposition, mutation and recombination. ജീൻസിന് എപ്പോഴും ട്രാൻസ്പോസിഷൻ നടക്കും, അതായത് ഒരു റീജിയണിൽ നിന്ന് അടുത്തൊരു ഏരിയയിലേക്ക് മൂവ് ചെയ്ത് പോകാം. അതിനാണ് ട്രാൻസ്പോസിബിൾ ജീൻസ് എന്ന് പറയുന്നത്. ദെൻ മ്യൂട്ടേഷൻ നടക്കാം, സഡൻ ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ജീൻസിൽ നടക്കാം. ദെൻ റീകോമ്പിനേഷൻ നടക്കാം. ഇങ്ങനെയുള്ള 3 പ്രോസസ്സിലൂടെയും ഒരു സ്പീഷീസിൽ വേരിയേഷൻ കൊണ്ടുവരാനായിട്ട് ജീൻസിന് സാധിക്കും. സോ അതൊരു എവല്യൂഷണറി സിഗ്നിഫിക്കൻസ് വരുന്ന ഒരു കാര്യമാണ്. സോ ഓൾ ദീസ് ആർ ദ മേജർ ഫങ്ഷൻസ് ഓഫ് ജീൻസ്. നെക്സ്റ്റ് അബൌട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ജീൻസ് ആൻഡ് പ്രോട്ടീൻസ്. ജീൻസും പ്രോട്ടീൻസും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ജീൻ ആക്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് ത്രൂ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ് ആൻഡ് പ്രോട്ടീൻസ് ആണ്. ജീൻസ് എൻസൈംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ജീൻ ആക്ഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ജീൻസ് ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ജീൻ എക്സ്പ്രസ് ചെയ്തു എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ജീൻ ആക്ഷനും ജീൻ എക്സ്പ്രഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഹൈപ്പോത്തസിസ് ഉണ്ട്. ആൻഡ് ദേ ആർ 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസ് ആൻഡ് 1 ജീൻ 1 പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസ് ആണ്. 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസിൽ പറയുന്നത് all biochemical processes are controlled by genes. Each gene governs the production of a specific enzyme and each enzyme controls a specific metabolic function. ഇതിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ബയോകെമിക്കൽ പ്രോസസ്സും ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഓരോ ജീനും ഓരോ സ്പെസിഫിക് എൻസൈം ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഓരോ എൻസൈമും ഓരോ സ്പെസിഫിക് മെറ്റബോളിക് ഫംഗ്ഷനാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് 1 ജീൻ 1 എൻസൈം ഹൈപ്പോത്തസിസിൽ പറയുന്നത്. സോ ഒരു ഓർഗാനിസത്തിലെ എല്ലാ ബയോളജിക്കൽ പ്രോസസ്സും ജനറ്റിക്കലി കൺട്രോൾഡ് ആണെന്നാണ് പറയുന്നത് ഇതിൽ. ആൻഡ് ഈച്ച് ബയോകെമിക്കൽ പ്രോസസ് ഇൻവോൾവ്സ് എ സീരീസ് ഓഫ് സ്റ്റെപ്പ് വൈസ് റിയാക്ഷൻസ്. ഒരു ബയോകെമിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ആവുന്നതല്ല, ഒരുപാട് സ്റ്റെപ്പിൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ഓരോ റിയാക്ഷൻ നടക്കുന്നതിലും ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എൻസൈംസ് ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ എൻസൈംസ് പ്രൊഡ്യൂസ് ആവുന്നതും ഓരോ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസിൽ നിന്നായിരിക്കും. സോ ഈച്ച് റിയാക്ഷൻ ഈസ് ഗവേൺഡ് ബൈ എ സിംഗിൾ ജീൻ so that there is 1:1 correspondence between genes and a biochemical reaction. So ജീൻസും അതിൻ്റെ ബയോകെമിക്കൽ റിയാക്ഷനും തമ്മിൽ 1:1 റേഷ്യോയിലാണെന്നാണ് പറയുന്നത്. അതായത് ഒരു ജീൻ ഒരു ബയോകെമിക്കൽ റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നു അങ്ങനെ. ആൻഡ് ഈച്ച് ജീൻ ഓർ എവറി റിയാക്ഷൻ ഗവേൺസ് ദ പ്രൊഡക്ഷൻ ഓഫ് എ സ്പെസിഫിക് എൻസൈം ആൻഡ് ഈച്ച് എൻസൈം മീഡിയേറ്റ് എ സ്പെസിഫിക് മെറ്റബോളിക് ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെസിഫിക് ജീൻ, ഓരോ ജീനിൽ നിന്നും ഓരോ സ്പെസിഫിക് എൻസൈംസ് പ്രൊഡ്യൂസ്ഡ് ആകുന്നു. ഓരോ എൻസൈമും ഓരോ സ്പെസിഫിക് മെറ്റബോളിക് ഫംഗ്ഷനാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജീൻ എ ഉണ്ട്, ജീൻ ബി ഉണ്ട് ആൻഡ് ജീൻ സി ഉണ്ട്. ജീൻ എ ആണ് എൻസൈം എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
and gene B produces enzyme B and gene C produces enzyme C. Then ഇതാണ് റിയാക്ഷൻ, മെറ്റബോളിക് റിയാക്ഷൻ ഇതാണ്. ഇവിടെ ഒരു പ്രിക്കസർ ഉണ്ട്. ആ പ്രിക്കസറിൽ നിന്ന് ഓർണിത്തൈൻ എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഫോം ചെയ്യാനായിട്ട് എൻസൈം എ വേണം. ആൻഡ് ദിസ് എൻസൈം എ ഈസ് സിന്തസൈസ്ഡ് ഫ്രം ജീൻ എ. ദെൻ ഓർണിത്തൈന് സിട്രിലിനായിട്ട് മാറാനായിട്ട് എൻസൈം ബി വേണം. ആൻഡ് ദിസ് എൻസൈം ബി ഈസ് സിന്തസൈസ്ഡ് ഫ്രം ജീൻ ബി. ദെൻ സിട്രുലിൻ ആർജിനിനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻസൈം സി വേണം. ആൻഡ് ദിസ് എൻസൈം സി ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ജീൻ സി. സോ ഇപ്പോൾ എൻസൈം എ ആബ്സെൻ്റ് ആണെങ്കിൽ, അതായത് ജീൻ എക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ എൻസൈം എ പ്രൊഡ്യൂസ് ചെയ്യില്ല. സോ ഈ ഒരു പെർട്ടിക്കുലർ റിയാക്ഷൻ, അതായത് പ്രിക്കസർ ടു ഓർണിത്തൈൻ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. സോ അതൊരു മെറ്റബോളിക് പാത്വേനെ എഫക്റ്റ് ചെയ്യും. ജീൻ എയിൽ നിന്നും ജീൻ ബിയിൽ നിന്നും ജീൻ സിയിൽ നിന്നും ഈ റെസ്പെക്റ്റീവ് എൻസൈംസ് ആയിട്ടുള്ള എ ബി സി എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ മെറ്റബോളിക് പാത്വേ നടന്നിട്ട് അതിൻ്റെ എൻഡ് പ്രോഡക്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് എൻഡ് പ്രോഡക്റ്റ് ഉണ്ടായാൽ മാത്രമേ അതിൻ്റെ ഫങ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഏതെങ്കിലും ഒരു ഫീനോടൈപ്പിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻഡ് പ്രോഡക്റ്റ് ആണ് ഈ ഒരു റിയാക്ഷനിൽ ഉണ്ടാകുന്നതെങ്കിൽ ആ ഒരു ഫിനോടൈപ്പ് ഉണ്ടാവണമെങ്കിൽ ആ ഒരു എൻഡ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ജീൻ എക്ക് ഇപ്പോൾ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ എൻസൈം എ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഈ ഒരു മെറ്റബോളിക് പാത്വേ ഡിസ്റപ്റ്റഡ് ആകും. സോ ഏത് ജീനിനാണോ അബ്നോർമാലിറ്റി ഉള്ളത്, ഇപ്പോൾ ജീൻ ബിയിനാണ് അബ്നോർമാലിറ്റി ഉള്ളെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നടക്കും, ഫർദർ സ്റ്റെപ്സ് നടക്കില്ല. ആ ഒരു മെറ്റബോളിക് പാത്വേ ഇവിടെ വെച്ച് ബ്ലോക്ക്ഡ് ആകും. ആൻഡ് ദിസ് ഇൻ്റർഫിയേഴ്സ് വിത്ത് എ സ്പെസിഫിക് മെറ്റബോളിക് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻ ആണോ ഈ ഒരു മെറ്റബോളിക് പാത്വേ ചെയ്യേണ്ട ആ ഫംഗ്ഷൻ അതിന് ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സീരിയസ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആൻഡ് ഡിസീസസ്. അതിന് എക്സാമ്പിളാണ് ഫീനൈൽ കീറ്റനൂറിയ. ഫീനൈൽ അലനിനെ തൈറസിനാക്കി മാറ്റുന്ന എൻസൈമാണ് ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ്. ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് എന്ന് പറഞ്ഞൊരു എൻസൈം എൻകോഡ് ചെയ്യുന്ന ജീനിന് അബ്നോർമാലിറ്റി വരുമ്പോഴാണ് ഫീനൈൽ അലനിൻ ഹൈഡ്രോക്സിലേസ് പ്രൊഡ്യൂസ് ആകില്ല. സോ ഫീനൈൽ അലനിൻ തൈറോസിൻ ട്രാൻസ്ഫോർമേഷൻ നടക്കില്ല. അങ്ങനെ ഫീനൈൽ അലനിൻ നമ്മുടെ ബോഡിയിൽ അക്യുമുലേറ്റഡ് ആകും. ഈ ഒരു കണ്ടീഷനിലാണ് ഫീനൈൽ കീറ്റനൂറിയ വരുന്നത്. ഇറ്റ് ഈസ് എ സീരിയസ് മെറ്റബോളിക് ഡിസോർഡർ. സോ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസിൽ പറയുന്നത് ഒരു ജീനും എൻസൈമും തമ്മിലുള്ള റിലേഷനാണ്. ബട്ട് ദിസ് റിലേഷൻ ഈസ് ഓൺലി ആപ്ലിക്കബിൾ ഫോർ മോണോമറിക് എൻസൈം. അതായത് ഒരു സിംഗിൾ പെപ്റ്റൈഡ് ചെയിൻ കൊണ്ട് ഫോം ചെയ്തൊരു എൻസൈമിന് മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. എൻസൈംസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു അതൊരു പ്രോട്ടീൻ ആയിരിക്കും. പ്രോട്ടീൻസ് ആർ മേഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്. അപ്പോൾ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ, അതായത് ഒരു സിംഗിൾ പെപ്റ്റൈഡ് ചെയിൻ കൊണ്ടുണ്ടാക്കിയ എൻസൈംസിന് മാത്രമേ ഈ ഒരു കാര്യം ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒളിഗോമറിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്, മൾട്ടിമെറിക് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ട്. അതായത് സിംഗിൾ അല്ലാതെ ഒരുപാട് പെപ്റ്റൈഡ് ചെയിൻസ് കൂടി ചേർന്നിട്ട് ഫങ്ഷൻ ചെയ്യുന്ന എൻസൈംസ് ഉണ്ട്. അപ്പോൾ അവിടെ വൺ ജീൻ വൺ എൻസൈം എന്ന് പറഞ്ഞൊരു ഹൈപ്പോത്തസിസ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരാൻ പറ്റില്ല. അതാണ് വൺ ജീൻ വൺ എൻസൈമിൻ്റെ ഡീമെറിറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഡീമെറിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീൻസ് എന്ന് പറയുന്നത് എൻസൈം മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ജീനിൽ നിന്ന് എൻസൈം മാത്രമല്ല സിന്തസൈസ് ചെയ്യപ്പെടുന്നത്, നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഈ നോൺ എൻസൈമാറ്റിക് ആയിട്ടുള്ള പ്രോട്ടീൻസിന് ചിലപ്പോൾ മെറ്റബോളിക് ഫങ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. അവർ മെറ്റബോളിക് ഫങ്ഷൻസ് ഒന്നും മീഡിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. എൻസൈംസ് മാത്രമായിരിക്കും ചിലപ്പോൾ മെറ്റബോളിക് പാത്വേയിൽ ഫങ്ഷൻ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള നോൺ എൻസൈമാറ്റിക് പ്രോട്ടീൻസിൻ്റെ സിന്തസിസിനെ കുറിച്ച് വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസ് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ ഒളിഗോമറിക് എൻസൈംസ് കമ്പോസ്ഡ് ഓഫ് 2 or more ഐഡൻറ്റിക്കൽ പെപ്റ്റൈഡ് ചെയിൻസ്. അവരെക്കുറിച്ച് അതിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ച് നമുക്ക് വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസിൽ പറയാൻ സാധിക്കില്ല. ദെൻ എ പോളിപെപ്റ്റൈഡ്, 2-ലധികം അല്ലെങ്കിൽ 3-ലധികം പെപ്റ്റൈഡ് ചെയിൻസ് ചേർന്ന് ഫങ്ഷൻ ചെയ്യുന്ന എൻസൈമാറ്റിക് ഫങ്ഷൻസ്. സോ വൺ ജീൻ വൺ എൻസൈം ഹൈപ്പോത്തസിസിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. അതിൽ പറയുന്നത് ഒരു ജീൻ ഒരു എൻസൈമിൻ്റെ സിന്തസിസ് ആണ് കൺട്രോൾ ചെയ്യുന്നതാണ്. ചില ഇൻസ്റ്റൻസിൽ ഒരു സിംഗിൾ ജീൻ മോർ ദാൻ വൺ എൻസൈമിനെ കോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു എൻസൈമിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ഒന്നിലധികം ജീൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ഈ എല്ലാ പ്രോബ്ലംസും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റർ വന്ന ഹൈപ്പോത്തസിസ് ആണ് വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ്. ആൻഡ് ദിസ് ഹൈപ്പോത്തസിസ് is put forward by Ingram. One gene one hypothesis states that a particular gene controls the synthesis of only a specific polypeptide chain
and not that of a complete enzyme or protein molecule. വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസിൽ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജീനിൽ നിന്ന് ഒരു ഹോൾ പ്രോട്ടീനോ, അതായത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ മോളിക്യൂളോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എൻസൈം അല്ല സിന്തസൈസ് ചെയ്യപ്പെടുന്നത്, പകരം ഒരു സ്പെസിഫിക് പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമാണെന്നാണ്. വൺ ജീൻ വൺ എൻസൈമിൽ നമ്മൾ പറഞ്ഞത് ഒരു ജീനിൽ നിന്നൊരു എൻസൈം കംപ്ലീറ്റ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. അത് കറക്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഹൈപ്പോത്തസിസ് ആണ് വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ്. അതിൽ പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജീനിൽ നിന്ന് ഒരു സ്പെസിഫിക് പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമാണ് സിന്തസൈസ് ചെയ്യുന്നത് ആൻഡ് നോട്ട് ദാറ്റ് ഓഫ് എ കംപ്ലീറ്റ് എൻസൈം ഓർ പ്രോട്ടീൻ മോളിക്യൂൾ. സോ ഇതിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു ഫങ്ഷണൽ പ്രോട്ടീൻ്റെ സിന്തസിസ് എന്ന് പറയുന്നത് അത് മോർ ദാൻ വൺ ജീൻ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്ന്. സോ മോർ ദാൻ വൺ ജീൻ, ഇപ്പോൾ ജീൻ എയിൽ നിന്നും ജീൻ ബിയിൽ നിന്നും വരുന്ന പോളിപെപ്റ്റൈഡ്സ് കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരു എൻസൈം ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. അതിലൊരു എക്സാമ്പിൾ ആണ് ഹീമോഗ്ലോബിൻ മോളിക്യൂൾ. ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഫോം ചെയ്തിട്ടുള്ളത് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് വെച്ചിട്ടാണ്. ആൻഡ് ദേ ആർ 2 ആൽഫ ചെയിൻസ് ആൻഡ് 2 ബീറ്റ ചെയിൻ. ഇതാണ് 2 ആൽഫ ചെയിൻ, ആൽഫ 1 ആൻഡ് ആൽഫ 2, ആൻഡ് ദിസ് ബീറ്റ 1 ആൻഡ് ബീറ്റ 2. അങ്ങനെ 4 ഡിഫറെൻറ്റ് പോളിപെപ്റ്റൈഡ് ചെയിൻ വെച്ചിട്ടാണ് ഹീമോഗ്ലോബിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ ഒരു പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ അത് അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ആൽഫ ചെയിനിൻ്റെയും ബീറ്റ ചെയിനിൻ്റെയും അമിനോ ആസിഡ് സീക്വൻസിൽ ഡിഫറൻസ് ഉണ്ട്. ആൽഫ ചെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് 141 അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ് ആൻഡ് ബീറ്റ ചെയിൻ ഈസ് ഫോംഡ് ഓഫ് 146 അമിനോ ആസിഡ്. So alpha and beta chains are specified by 2 different genes and not by the same genes. കണ്ടോ, അപ്പോൾ ഒരു സിംഗിൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാവാനായിട്ട് ഒരു സിംഗിൾ ജീനിൽ നിന്നല്ല ആൽഫ ആൻഡ് ബീറ്റ ചെയിൻസ് ഉണ്ടായിരിക്കുന്നത്, പകരം 2 ഡിഫറെൻറ്റ് ജീൻസിൽ നിന്നാണ് 2 ഡിഫറെൻറ്റ് പെപ്റ്റൈഡ് ആൽഫ ആൻഡ് ബീറ്റ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടായി വന്നിരിക്കുന്നത്. അപ്പോൾ വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മോണോമെറിക് എൻസൈംസിന് മാത്രമായിട്ടുള്ളതല്ല, ഓൾസോ ഫോർ പോളിമെറിക് എൻസൈംസ് ആൻഡ് നോൺ എൻസൈമാറ്റിക് പ്രോട്ടീൻസ്. According to this concept, the genetic unit which governs the synthesis of a polypeptide chain is a cistron. ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ടായി വരുന്ന ജനറ്റിക് യൂണിറ്റിനെയാണ് സിസ്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഒരു സിസ്ട്രോണിൽ നിന്നാണ് ഒരു പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നതെന്നാണ് വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസിൽ പറയുന്നത്. സോ ദ വൺ ജീൻ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ് ഇസ് മോർ ആപ്റ്റ്ലി ടേംഡ് വൺ സിസ്ട്രോൺ വൺ പോളിപെപ്റ്റൈഡ് ഹൈപ്പോത്തസിസ്.